നിവിനത്തിന് എങ്ങനെയൊക്കെ വരൂ? നിവിൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ വിവരം എൻ്റെ വൈഫിനോട് പറഞ്ഞു. എടി ഇന്നമാതിരി നിവിനത്തിനൊരു ആരോപണം ഉണ്ടല്ലോ. വൈഫ് എടുത്തൊഴുക്കി പറഞ്ഞു, അത് വിഷയമൊന്നുമില്ല, അതൊക്കെ വെറുതെ ഫേക്കായിരിക്കും, നിങ്ങൾക്കെതിരെ ഉണ്ടാവോ? ഞാൻ പറഞ്ഞു അങ്ങനൊന്നും വരാൻ സാധ്യതയില്ല. വൈഫ് പറഞ്ഞു, ഇനി എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ആ പെട്ടിയും കിടക്കായിട്ട് അങ്ങോട്ട് വിട്ടോളാം, പിന്നെ ഈ വഴിക്ക് കയറാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതുകൂടി പരിപാടി കഴിഞ്ഞു. പേരൊന്നും മാറ്റി പുതുക്കി ഞങ്ങൾ അച്ഛൻ എന്നൊരു സംഘടന രൂപീകരിക്കാൻ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ശ്രമിക്കുന്നുണ്ട്. പോയി അതിൻ്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഖജാൻജിയും ഞാൻ തന്നെ ആയിരിക്കും. എന്താണ് നിന്റെ അഭിപ്രായം? ഇവനൊന്നും മനുഷ്യനെ കണ്ടിട്ടില്ലേ? എന്താണ് ഹേമ കമ്മിറ്റി മലയാള സിനിമയില് ഒരടുക്ക് വിനായകൻ അലക്കാത്തതും കുളിക്കാത്തതുമായിട്ടുള്ള വേഷങ്ങൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഹേമ കമ്മിറ്റിയെ കുറിച്ച് ഞാനിവിടെ സംസാരിച്ചാല്, കോടതി വിധി പോലും വരാത്ത കാര്യത്തെ കുറിച്ച് ഞാനിവിടെ സംസാരിച്ചാല് നാളെ നിങ്ങൾ ഒറ്റപ്പെടുത്തും, സമൂഹം ഒറ്റപ്പെടുത്തും. വിനായകൻ അങ്ങനെ പറഞ്ഞ്, വിനായകൻ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും അലക്കാത്തതും കുളിക്കാത്തതുമായിട്ടുള്ള വേഷങ്ങളിലോട്ട് മാത്രം ഞാൻ ഒതുങ്ങി തീരേണ്ടി വരും. അല്ല, ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഞാനിവിടെ വന്നിട്ട് എൻ്റെ അറിവിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഒരിക്കലും മലയാള സിനിമയിൽ എത്താൻ വേണ്ടിയിട്ട് ഒരുത്തന് ശ്രമിച്ചാൽ ഒരിക്കലും അവനെ തളർത്താൻ പാടില്ല, നമ്മൾ വളർത്താൻ വേണ്ടത്. അയ്യോ, എല്ലാവരും ഹേമ കമ്മിറ്റിയുടെ പുറകെയാണ്. എനിക്ക് നിങ്ങളോട് വളരെ വളരെ ഉള്ളൊരു റിക്വസ്റ്റാണ്. വേറൊന്നുമില്ല, മലയാള സിനിമയിൽ എന്നെപ്പോലുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ വെറുതെ വീട്ടിലിരിക്കുകയാണ്. ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് സിനിമ. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിലും ഇതിനോടൊപ്പം ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്റെ പൊന്നു വെച്ച് ഞാൻ ഇതൊക്കെ കഥയിലൊന്നും പോയി മുട്ടാറില്ല. ഇനി ഞാൻ ഇത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങളെല്ലാവരും കൂടി പറയും, അയ്യോ ജോണി ആന്റണിയുടെ സിനിമയിലാണ് ആ കഥയിൽ മുട്ടിയത് പറഞ്ഞാൽ കഴിഞ്ഞ്. എന്തിനാ വെറുതെ ഈ പൊല്ലാൻ പിടിക്കുന്നത്? അയ്യോ, അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. കാരണം അമ്മ എനിക്ക് താരാട്ടുപാട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ അമ്മ എനിക്ക് എന്താ പറയാ ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ട്. ഒരുപാട് തല്ലിയിട്ടൊക്കെ ഉണ്ട്. എന്താണ്? അയ്യോ, മലയാള സിനിമയിലെ അമ്മേനെ കുറിച്ച് അറിയുന്ന നേരത്തെ ചോദിക്കണ്ടേ? ഞാനിപ്പോ എന്റെ അമ്മേനെ കുറിച്ചല്ല പറഞ്ഞത്. സത്യം പറഞ്ഞാല് ഒരുപാട് വിഷമമുണ്ട്. കാരണം നമ്മുടെ ജ്യേഷ്ഠ സ്ഥാനത്ത് കാണുന്ന ഒരുപാട് ആൾക്കാർക്കെതിരെയാണ് ഇപ്പൊ ആരോപണങ്ങളും കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് അവരുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത്. സത്യം എന്താണോ അത് തെളിയട്ടെ, അല്ലാതെ കള്ള ആരോപണങ്ങളൊക്കെ വെച്ച് ഇതുപോലെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല. എനിക്ക് എന്റെ റിക്വസ്റ്റ് ആണ്. എനിക്കെതിരെ ഇനി എന്ത് ആരോപണമാണോ എന്തായാലും പോയി നോക്കിയിട്ട് ജീവനോട് ഉണ്ടെങ്കിൽ കാണാം.